ഒരു നൂറ്റാണ്ട് പിന്നിട്ട് ചരിത്രമുറങ്ങുന്ന നിലമ്പൂർ കോവിലകത്തിന്റെ കാവൽ കേന്ദ്രം. കോവിലകത്തിനോടൊപ്പം ഓരോ നിലമ്പൂരുകാരുടെയും സ്വകാര്യ അഹങ്കാരമായ പാറാവിന്റെ 100ാം വാർഷികം ആഘോഷമാക്കി കോവിലകം പ്രതിനിധികൾ. കമനീയമായ പുനരുദ്ധീകരിച്ച കോവിലകം പാറാവിന്റെ ഉദ്ഘാടനം നടത്തി. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ പല മുഹൂർത്തങ്ങൾക്കും സാക്ഷിയായ കോവിലകത്തിലേക്കുള്ള ഈ പ്രവേശന കവാടം നാട്ടുകാർക്ക് പാറാവായിരുന്നു. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലേക്കും ചാലിയാറിലെ പാറക്കടവിലേക്കും കടന്നുപോകുന്നത് ഇതിലൂടെയായിരുന്നു. നേരത്തെ സമയം അറിയിക്കുന്നതിനായി ഇവിടെ മണിമുഴക്കാറുണ്ടായിരുന്നു. നാട് സമയം മറിഞ്ഞത് കോവിലകം പാറാവിലെ മണിമുഴക്കം കേട്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. കമാനം എന്നറിയപ്പെടുന്ന പാറാവ് ഉണ്ടാക്കിയത് 100ാം വർഷമാണത്. 1924-ലാണ് പാറാവ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഓർമ്മകാലത്ത് ഇവിടെ ഒരു റിസീവർ താമസിക്കലും പിന്നെ എല്ലാ മണിക്കൂറിനും മണിയടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഈ മണിയടി ശബ്ദം കേട്ടാൽ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയിരുന്നു. UP സ്കൂളിൽ 10 മണിക്കാണ് തുടങ്ങുക. 10 മണിയുടെ മണിയടി കേട്ടിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. പിന്നെ ഗ്രാജുവലി പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞു. അതൊന്നും ഇല്ലാണ്ട് മെയിൻ്റനൻസ് ഇല്ലാണ്ട് ഒരു മോശം കിടക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയതാണ് നമ്മൾ കുറച്ച് പേർക്ക് ഇതൊന്ന് പഴയൊരു ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് എല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് റിനോവേഷൻ വന്ന സമയത്ത് അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു 100ാം വാർഷികം എന്നുള്ളത്. ഞങ്ങൾ തന്നെ അന്ന് അറിഞ്ഞിട്ടുണ്ടായില്ല 100ാം വാർഷികം ആണെന്നുള്ള മനസ്സിൽ തോന്നുകയും ചെയ്തു. പക്ഷേ വന്നപ്പോൾ അതും കൂടി അതിൽ യോജിച്ചു വന്നു. 1924 ഉണ്ടാക്കിയ പാറാവ് 2024 ഞങ്ങൾക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റി. കുടുംബാംഗങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് ഒരു ഷോർട്ട് ഒരു ഡിസിഷൻ പെട്ടെന്ന് തീരുമാനിച്ച് എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്തതാണ്. അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ച കവാടം കോവിലകത്തെ മുതിർന്ന അംഗം ഉമാദേവി തമ്പാട്ടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി കോവിലകത്തെ പഴയ കാര്യസ്ഥൻ 99 വയസ്സുള്ള ഉണ്ണികൃഷ്ണ പണിക്കരെയും ഇപ്പോഴും കോവിലകം ജീവനക്കാരനായി തുടരുന്ന 95 വയസ്സുള്ള KK മാധവൻ നായരെയും കോവിലകം പ്രതിനിധികൾ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. രാജേന്ദ്രവർമ്മ, A. രഞ്ജിത്ത്, ജയകുമാർ രാജ, TN സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.